മാത്രമല്ല കഴിക്കാനും നല്ലതാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും, മുലപ്പാൽ കുറവുള്ള അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാവാനും, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനും ഒക്കെ മുരിങ്ങയുടെ ഇല വളരെയധികം നല്ലതാണ്. മുരിങ്ങയുടെ ഇലയ്ക്ക് എത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ കുറച്ച് മടിയാണല്ലേ. സാധാരണയായിട്ട് നമ്മൾ തോരനായിട്ടോ അതെല്ലാം കറിയായിട്ടോ ദോശയിലോ ഒക്കെ ഇട്ടിട്ടായിരിക്കാം ഇത് കഴിക്കുന്നത്. എന്നാൽ ഇതാ ഒരു വ്യത്യസ്തമായ ഒരു മുരിങ്ങയുടെ ഇല കൊണ്ടുള്ളൊരു വിഭവം. മുരിങ്ങയുടെ ഇലയുടെ ടേസ്റ്റ് അറിയുകയുമില്ല എന്നാൽ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കനമുള്ള പാനിനെ വെച്ചോളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ ഓയിൽ എന്തെങ്കിലും ഒഴിക്കാം. ഇനി അതിലേക്ക് ഞാനൊരു കുറച്ച് വലിയൊരു പീസ് കായമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കായം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ കായത്തിരി നന്നായി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ചൂടായി കുറച്ചൊരു 2-3 മിനിറ്റ് കിടന്നാലേ അത് പൊരിഞ്ഞ് കിട്ടുള്ളൂ. നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ കായം പൊടിയുള്ളൂ. ഇല്ല എങ്കിൽ അവിടെ തന്നെ കിടക്കും. കായപ്പൊടി ഇടുന്നതിനേക്കാൾ ടേസ്റ്റാണ് കായം ഇങ്ങനെ ഇടുമ്പോൾ. ഇനി അതിലേക്ക് ഒരു 10 ചുവന്ന മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. എരിവിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുക്കും. അതിനെ നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ വറുത്ത് വന്നപ്പോൾ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പിന് ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഇളക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ആവണ്ട. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ലോണം കരിവേപ്പിൻ്റെ ഇലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കരിവേപ്പിൻ്റെ ഇലയും കൂടാതെ 1 കപ്പ് മുരിങ്ങയുടെ ഇല കഴുകിയതാണ് കേട്ടോ. ഇവിടെയുള്ള മുരിങ്ങയുടെ ഇലയൊക്കെ പൊടി ഉണ്ടാകും. അപ്പം ഞാൻ നന്നായി കഴുകിയെടുത്തതാണ്. മുരിങ്ങയുടെ ഇല കഴുകിയിട്ട് ഉണക്കിയതാണെങ്കിൽ അത്രയും നല്ല, ഉണക്കല്ല ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ മുരിങ്ങയുടെ ഇല ഡ്രൈ ആയി നമ്മുടെ കടലപ്പരിപ്പ് വറക്കുന്നവരെ ഇതിനെ നന്നായി വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇതെല്ലാം നന്നായി വറുത്ത് വരും കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെ ഇതൊക്കെ മാറി ഷേപ്പൊക്കെ മാറി പൊടിഞ്ഞു തുടങ്ങാൻ കേട്ടോ. എന്നാൽ കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല, പൊടിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് പുളി, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. പുളി ഇതിൻ്റെ ചൂടോടുകൂടി ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ അരയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രം മാറ്റാം. ഇപ്പോൾ ഇത് കടലപ്പരിപ്പ് മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം മാറ്റി ഇനി അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 കപ്പ് തേങ്ങയും കൂടി ചിരകിയതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനെ നന്നായി വറുത്തെടുക്കാം. എത്രത്തോളം നന്നായിട്ട് ഡാർക്കായി വറുക്കുന്നോ, നന്നായി വറുക്കുന്നോ അത്രത്തോളം ദിവസം നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി ഇരിക്കും. ഇപ്പം ഇതാ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് വേഗം തന്നെ ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് തീരും. അപ്പം ഞാൻ ഇത്ര ഇപ്പോൾ വറുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മുരിങ്ങയുടെ ഇലയും കടലപ്പരിപ്പും മുളകൊടി വറുത്ത മിശ്രിതം കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ആവശ്യത്തിന് ഒന്നും കൂടി നമ്മുടെ തേങ്ങ വറുക്കുകയും ചെയ്യും. ഇത് ചമ്മന്തി പൊടി ആയിട്ടല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി ആയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇതിനി തണുക്കട്ടെ. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുന്ന, ഏത് ജാറിലാണെങ്കിലും നിങ്ങൾക്കിടാം. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അധികം അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. മുരിങ്ങയുടെ ഇലയുടെ കയ്പൊന്നും ഇല്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് വരാം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ചമ്മന്തി പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഇതാ നന്നായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ അങ്ങോട്ട് ഫൈൻ പൊടിയാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കുറച്ച് ഇടയ്ക്ക് കടിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിക്കാം. ഈ ചമ്മന്തിപ്പൊടിയിൽ ഞാൻ 1 കപ്പല്ലേ മുരിങ്ങയുടെ ഇല ഇട്ടുള്ളൂ. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. ഇതിലിപ്പോൾ കയ്പൊന്നും അറിയില്ല കേട്ടോ. മുരിങ്ങയുടെ ഇല ഒരു ചെറിയൊരു കയ്പൊന്നും ഇതിലൊട്ടും തന്നെ ഫീൽ ചെയ്യില്ല. അതൊരു സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.